ഹലോ ഗൈസ്, ഇന്ന് 100 ഡേയ്സ് ചലഞ്ചിൻ്റെ 5th ഡേ ആണ്. ഇന്നലെ സൺഡേ ആയിരുന്നു, റെസ്റ്റ് ഡേ ആയിരുന്നു. ഇന്ന് ഷോൾഡറാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. 6 പ്രോഗ്രാം ഉണ്ട്. ഷോൾഡറിൻ്റെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡംബിൾ ഷോൾഡർ പ്രസ് ആണ്. ഫസ്റ്റ് നമ്മൾ ഷോൾഡർ പ്രസ് ചെയ്യുമ്പോഴത്തേക്കിന് ലൈറ്റ് വെയിറ്റ് ഇട്ട് ചെയ്യുക. പ്രോഗ്രസീവ് ഓവർലോഡാണ് നമ്മുടെ വർക്കൗട്ടിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ. അതായത് ഫെയിലിയർ ആയിരിക്കണം മാക്സ് ടു പോകേണ്ട, ക്ലോസ് ടു ഫെയിലിയറിലോട്ട് പോകണം ഓരോ സ്റ്റെപ്പും. രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ കേബിൾ അപ്രൈഡറാണ്. 3 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെയാണ് ചെയ്യേണ്ടത്. നമ്മൾ പ്രോഗ്രസീവ് ഓവർലോഡാണ് എല്ലാ വർക്കൗട്ടും ചെയ്യുന്നത്. അതിനനുസരിച്ച് നമുക്ക് റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ. മാക്സിമം ക്ലോസ് ടു ഫെയിലിയർ ആണ്. സ്റ്റേബിളായിട്ട് സ്റ്റഡി ആയിട്ടും ചെയ്യുക, ഐസൊലേറ്റ് ചെയ്യരുത്, സ്റ്റാൻഡ് കറക്റ്റായിരിക്കുക, പൊസിഷനും അതുപോലെ തന്നെ ആയിരിക്കുക. മസിലിനെ എൻഗേജ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുക, എന്നാൽ മാത്രമേ നല്ല റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ വർക്കൗട്ട് എടുത്തത് മൂന്നാമത്തെ വർക്കൗട്ടായിരിക്കും ഡംബൽ ലാറ്ററൽ റൈസ് എന്ന് പറയും. ഡംബൽ ലാറ്ററൽ റൈസ് നമ്മൾ ചെയ്യുമ്പോൾ 3 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെയാണ് ചെയ്യേണ്ടത്. ഡംബലിൽ ചെയ്യുമ്പോഴത്തേക്കിന് മാക്സിമം ലൈറ്റ് വെയിറ്റ് ഇട്ട് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ വെയിറ്റ് കൂടുന്നതനുസരിച്ച് ഐസൊലേറ്റ് ആയിക്കൊണ്ടിരിക്കും. നിൽക്കുന്നിടത്ത് നിന്ന് അനങ്ങാൻ പറ്റത്തില്ല. നിൽക്കുന്നിടത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പമ്പ് കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഇഞ്ചുറീസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ലൈറ്റ് വെയിറ്റിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നല്ലൊരു പമ്പ് കിട്ടുന്നതായിരിക്കും. അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാർബെൽ അപ്രൈറ്റ് റോ ആണ്. 4ാമത്തെ വർക്കൗട്ടാണ്. 3 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ചെയ്യണം. ബാർബെൽ, അതായത് ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ഇല്ലാതെ ബാർബെല്ലെ മാത്രം എടുത്ത് ചെയ്യുക. നല്ല എൻഗേജിങ് ആയിട്ടുള്ള വർക്കൗട്ടാണ്. നല്ല രീതിയിൽ ഫീൽ ചെയ്യും നമ്മൾ അടിക്കുന്ന വർക്കൗട്ടിൽ. അതും പ്രോഗ്രസീവ് ഓവർലോഡായിട്ടാണ് ചെയ്യേണ്ടത് ആ വർക്കൗട്ടും. അത് കഴിഞ്ഞ് നമ്മുടെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ 5ാമത്തെ വർക്കൗട്ടാണ് സീറ്റഡ് കേബിൾ ഫേസ് പുള്ള്. 3 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സീറ്റഡ് കേബിൾ ഫേസ് പുള്ള് വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കിന് മാക്സിമം ഫോർഹെഡിന് അങ്ങോട്ട് റോപ്പ് എത്തിക്കാനുള്ള പുള്ള് ചെയ്യുക. അപ്പം നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും. ബാക്കിലത്തെ മസിൽസ് എൻഗേജ് ചെയ്യുക. ഷോൾഡർ എന്ത് ചെയ്യുക, പറ്റുമ്പം ഗ്യാപ്പ് കിട്ടുമ്പം പ്രഷർ കൊടുത്തിട്ടൊന്ന് പോസ് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞ് ലാസ്റ്റത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഈസഡ് വൈഡ് ഗ്രിപ്പാണ്. അപ്രൈറ്റർ എന്ന് പറയും. ഈസഡ് വൈഡ് ഗ്രിപ്പ് അപ്രൈറ്റർ എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്. 3 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ കംപ്ലീറ്റ് ചെയ്യുക. അത് സ്റ്റഡി ആയിട്ടും ചെയ്യുക. എന്നാൽ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും. ലാസ്റ്റ് വർക്കൗട്ടാണ്. അതോടുകൂടി നമ്മുടെ വർക്കൗട്ട് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന വീഡിയോ ആദ്യം തന്നെ കാണണമെന്നുള്ളവർക്ക് ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വീഡിയോസ് പെട്ടെന്ന് അറിയാൻ പറ്റും. രണ്ടാളിലും കണ്ടിന്യൂസ് 100 ഡേയ്സിലും സൺഡേസ് റെസ്റ്റ് ഡേയ്സാണ്. അപ്പോൾ നല്ലൊരു വീഡിയോയിൽ നാളെ കാണാം.